ഹരേ കൃഷ്ണ. ഇന്ന് വിനായക ചതുർത്ഥിയാണ്, നമുക്കറിയാം. അപ്പോൾ ശ്രുതി maybe he can translate in between. Maybe you can understand. സോ നമുക്കറിയാം അല്ലേ, വിനായക ചതുർത്ഥി ദിവസം നമ്മൾ ഗണപതി, അതായത് നമ്മൾ വിഘ്നേശ്വരൻ എന്ന് ഗണപതിയെ നമ്മൾ പറയുന്നു അല്ലേ. ഗണനായകനാണ്, വിഘ്നേശ്വരനാണ്. അതായത് വിഘ്നങ്ങൾ മാറ്റിത്തരുന്ന ആളാണ് വിഘ്നേശ്വരൻ അല്ലേ. അതിനാണ് നമ്മളെപ്പോഴും ഗണപതിയെ ആദ്യം തന്നെ സ്തുതിക്കുന്നത്. പിന്നെ നമുക്കറിയാം ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഒരു ഭഗവാൻ, അപ്പോൾ അങ്ങനെ നമുക്കൊരു ക്ഷിപ്രപ്രസാദിയും വിഘ്നേശ്വരനുമായി നിൽക്കുമ്പോൾ ആ ഭഗവാന് ആ ശക്തി എങ്ങനെ കിട്ടുന്നു, എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാമല്ലേ, ഓരോ വ്യക്തിത്വങ്ങൾ അല്ലേ. അപ്പം അത് അതീന്ദ്രിയ വ്യക്തിത്വമായാലും പരമപുരുഷൻ ഒഴികെയുള്ള എല്ലാവർക്കും എവിടെന്നെങ്കിലും ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഭഗവാൻ, ഗണപതി ഭഗവാന് ഈ ക്ഷിപ്രപ്രസാദിയും ഗണപതി ഭഗവാൻ ഈ വിഘ്നേശ്വരനായി അറിയപ്പെടുന്ന ഗണപതി ഭഗവാന് ഈ വിഘ്നങ്ങൾ എങ്ങനെ മാറ്റിത്തരാൻ നമുക്ക് സാധിക്കുന്നു. ആരാണ് ഗണപതി ഭഗവാന്റെ ഗുരു, എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത് എന്നുള്ള പോയിന്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, മഹാഭാരതം രചിക്കുമ്പോൾ വ്യാസദേവന് വളരെ ഒരു സെലസ്റ്റിയൽ റൈറ്റർ വേണമായിരുന്നു. കാരണം അത് ഒരു സ്പോണ്ടേനിയസ്, അതായത് വ്യാസദേവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് എഴുതുന്ന അത്രയും കഴിവുള്ള ഒരു വ്യക്തിത്വം വേണമായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇട്ട് ഓടിപ്പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഗണപതി ഭഗവാൻ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ അറ്റം കണ്ടിട്ടേ മാറുള്ളൂ, അതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. അങ്ങനെ ഗണപതിയെ വ്യാസദേവൻ സെലക്ട് ചെയ്തു. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സമ്മതിച്ചിട്ട് പറഞ്ഞു തയ്യാറാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു രീതിയിൽ നിർത്താൻ പാടില്ല. അതായത് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം, വ്യാസദേവൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഞാനത് എഴുതിക്കൊണ്ടേയിരിക്കും, ഇടയ്ക്ക് മുടങ്ങാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ വ്യാസദേവൻ സമ്മതിച്ചിട്ട് പറഞ്ഞു, ശരി അത് ചെയ്യാം, പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനെന്ന് പറഞ്ഞു ഗണപതിയോട്. വെറുതെ അങ്ങനെ എഴുതിയപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനെന്ന് പറഞ്ഞു. ഗണപതിയെ സമ്മതിച്ചു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വ്യാസദേവന് തിങ്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ബ്രീത്തിങ് ഗ്യാപ്പെങ്കിലും കിട്ടണം. ഗണപതി ആലോചിക്കും, മൈക്രോ സെക്കൻഡ് മതിയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമല്ലോ എന്നുള്ളതിലാണ് അത് പറഞ്ഞത്. ഗണപതി സമ്മതിച്ചു, ഇവർ എഴുതി തുടങ്ങി. അപ്പോൾ ഇവർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം, ഈ മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഇത്രയും ഗ്യാപ്പ് പോരാ. കാരണം വ്യാസദേവന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചെടുക്കാനുള്ള സമയം വേണമെന്നുകൊണ്ട് ഒരുപാട് റിഡിൽസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ മഹാഭാരതത്തിൽ. അപ്പം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഭഗവാനെ ഛർദി കൊണ്ട് അഭിഷേകം ചെയ്യാന്ന് പറയുന്നത്. ഛർദി അപ്പം നമുക്ക് കേട്ടാൽ തോന്നും, അതെന്താ ഇങ്ങനെ ഛർദി കൊണ്ട് അഭിഷേകം ചെയ്യും? അപ്പോൾ ഭഗവാനെ ഛർദി കൊണ്ട് അഭിഷേകം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഹണീബിയുടെ ഛർദിയാണ് തേൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് തേൻ അഭിഷേകം ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് കിട്ടാനായിട്ടാണ്. കാരണം അതല്ല, അപ്പോൾ ആ ഒരു ആലോചിക്കാനും സമയം എടുക്കുമല്ലോ, ഗണപതി ഒന്ന് ആലോചിച്ചിട്ട്, അപ്പോൾ ആ ഒരു ഗ്യാപ്പിനാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഗണപതി എന്ന് പറയുന്ന ഭഗവാൻ, ഗണപതി ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഒരു രീതിയിലും അത് തീരാതെ അതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുത്താണി ഒടിഞ്ഞു പോയപ്പോൾ എന്ത് ചെയ്തു, കൊമ്പ് ഒടിച്ചിട്ട് ആ കൊമ്പ് വെച്ചിട്ടാണ് എഴുതിയത്. അതായത് അത് ഒരിക്കലും മുടങ്ങാതെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അതാണ് ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഇത് പറയുന്നത്. പിന്നെ ഒരു ഗണപതിയെ കുറിച്ച് പറയുമ്പോൾ, വിഘ്നേശ്വരനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ ഭഗവാന്റെ ആ ഹംബിൾനെസ് അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി, ആ വിനയം, ലാളിത്യം, അത് വളരെ ഇതാണ്. കാരണം അതുകൊണ്ടാണ് ഒരു എലിയാണ് വാഹനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ. ഒരു എലിയെ, വലിയ വാഹനങ്ങളൊന്നുമല്ല, എലി, അത് വളരെ ഹ്യൂമിലിറ്റിയാണ് അത് കാണിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് അല്ലേ, ആരാണ് ഗുരു എന്നുള്ളത്. ആരാണ് ഗുരു? ഗണപതിയുടെ ഗുരു ആരാണ്? നരസിംഹ ഭഗവാനാണ്. കാരണം നരസിംഹ അവതാരം നരസിംഹ ഭഗവാനോട് അടുക്കാൻ എല്ലാവരും ഭയപ്പെട്ടിരുന്നപ്പോൾ ഗണപതി ഭഗവാനെടുത്ത് പോയിട്ട് ശിഷ്യത്വം സ്വീകരിച്ച് നരസിംഹ ഭഗവാനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ടീച്ചിങ്സും കിട്ടിയിരിക്കുന്നത് ഗണപതിക്ക്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാം അല്ലേ. കാരണം ഗണപതി ഭഗവാൻ നരസിംഹ ഭഗവാൻ സ്വീകരിച്ച വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരാൻ നരസിംഹ ഭഗവാൻ സാധിക്കും. കാരണം
ക്ഷിപ്രപ്രസാദിയാണ്. നമുക്കറിയാം പ്രഹ്ലാദ മഹാരാജ് പ്രഹ്ലാദൻ വിളിച്ചപ്പോൾ തന്നെ അപ്പം തന്നെ വന്നിട്ടല്ല, തൂണ് വളർന്നു വന്നിട്ടാണ് രക്ഷിച്ചത്, അല്ല ഹിരണ്യകശിപുവിനെ കൊന്നതല്ല. അപ്പോൾ നമുക്ക് അപ്പോൾ അതെല്ലാം അങ്ങനെ ആ ഗുരു ശിഷ്യന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗണപതി ഭഗവാൻ എന്നെ ആ ഒരു ശക്തി കിട്ടുന്നത് ഗുരുവായ നരസിംഹ ദേവനിൽ നിന്നാണ്, നരസിംഹ ഭഗവാനിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം ഗണപതി ഈ വ്യാസദേവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം എഴുതുന്നത് ആരാണ്? ഗണപതിയാണ് എഴുതുന്നത്. അപ്പോൾ ആ മഹാഭാരതത്തിൽ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ഭഗവത്ഗീതയും വരുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഭഗവത്ഗീത തന്നെ ഒരു വിഘ്നം അർജുനനുണ്ടായി. എന്തായിരുന്നു? ഒരു ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വന്നു, ഒരു ലമെന്റേഷൻ വന്നു. ആ ലമെന്റേഷൻ കൊണ്ട് ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ എന്തായാലും ചരിത്രം തന്നെ മാറിപ്പോയിരുന്നു, അല്ലേ? അധർമ്മം ചിലപ്പോൾ വിജയിച്ചേനെ. അപ്പോൾ അവിടെ ഈ എഴുത്തിലൂടെ തന്നെ വന്ന ആ ഭഗവത്ഗീതയിൽ നിന്ന് ഭഗവാൻ പറഞ്ഞാണെങ്കിലും അത് എഴുതിയത് നമുക്ക് അങ്ങനെ കിട്ടാൻ കാരണം ആരാണ്? ഗണപതി എഴുതിയത് കൊണ്ടാണ്, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് അറിയാം അതിൻ്റെത്. അപ്പൊ ആ ഒരു എടുത്താൽ തന്നെ ആ വിഘ്നം മാറ്റി കൊടുക്കാനായിട്ട് ആ ഒരു റൈറ്റിങ്ങിന് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് ഭഗവാൻ കൊടുത്താണെങ്കിലും അത് എഴുതിയ ഒരാൾ, അത്രയും കഴിവുള്ള ഒരാളാണ് എഴുതി നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അതും നമുക്ക് പറയാം. പിന്നെ അപ്പോൾ നമ്മൾ ഈ ഗണപതി ഭഗവാൻ ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഭഗവത്ഗീത, കാരണം അപ്പോൾ നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതും ഉണ്ടായിരിക്കണം. കാരണം ഇത് വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ വിഘ്നേശ്വരൻ അത് കിട്ടാൻ കാരണം അത് നരസിംഹദേവ ഭഗവാൻ അനുഗ്രഹമുണ്ട്. അപ്പോൾ അത് വരുന്നത് എവിടെ നിന്നാണ്? കാരണം അത് ഈ നരസിംഹദേവൻ വരുന്നത് സാക്ഷാൽ ഗോവിന്ദനിൽ നിന്ന്, അല്ലേ? അപ്പോൾ നമ്മുടെ ആദി പുരുഷൻ അല്ലെങ്കിൽ ആദി ദൈവം അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡായ ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹരിനാമ കീർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ഗണപതി ഭഗവാന് വളരെയധികം സന്തോഷമാണ്. കാരണം എന്താ? ഗണപതി ഭഗവാൻ ആരാധിക്കുന്നത് ഗണപതി ഭഗവാന്റെ നരസിംഹദേവൻ. ആ നരസിംഹദേവൻ എവിടെ നിന്നാണ്? അത് സാക്ഷാൽ ശ്രീകൃഷ്ണനിൽ നിന്നാണ് വരുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതിനൊരു നമുക്കൊരു ഇത് പറയാൻ, ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ സപ്പോർട്ടിങ് ഇതായിട്ട് കിട്ടും. ഇപ്പോൾ ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് ഇപ്പം സൃഷ്ടി നടന്ന ഉടൻ തന്നെ ബ്രഹ്മാവ് ആ ഒരു സിറ്റുവേഷൻ ഭഗവാനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ചൊല്ലുന്നതാണ് ബ്രഹ്മസംഹിത ചൊല്ലുകയാണ്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുകയാണ്. അപ്പം അതിനകത്തൊരു ബ്രഹ്മസംഹിതയിലെ 5.50 പറയുന്നത് ഇതാണ്: യത്പാദ പല്ലവയുഗം വിനിധായ കുംഭ ദ്വന്ദ്വേ പ്രണാമ സമയേ സ ഗണാധിരാജൻ വിഘ്നാൻ വിഹന്തും അലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. വിഘ്നാൻ വിഹന്തും അലമസ്യ ജഗത്രയസ്യ, അതായത് ജഗത് ത്രയമാണ്, അതായത് ത്രിലോകങ്ങളിൽ അല്ലെങ്കിൽ ത്രിലോകങ്ങളുടെ പുരോഗതിക്ക്, ആത്മീയമായ പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നത്. ത്രിലോകങ്ങളുടെ പുരോഗതിക്ക് ആരാണോ അല്ലെങ്കിൽ എന്താണോ വിഘ്നമാകുന്നത് അതിനെയെല്ലാം സംഹരിക്കാനുള്ള ശക്തി ഈ വിഘ്നേശ്വരന് കൊടുക്കുന്നത് ആരാണോ, അതെങ്ങനെ? തൻ്റെ ആ തലയിലുള്ള 2 കൊമ്പ് കൊണ്ട് ആ തരുന്ന ആള് പിടിച്ചിരിക്കുകയാണ്, ആ പാദങ്ങളിലേക്ക് പിടിച്ചിരിക്കുന്നത്. ആ ശക്തിയെ, അതായത് ആ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. അപ്പോൾ ആ ശ്ലോകത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അല്ലേ? സകല ഈ പുരോഗതിക്ക് തടസ്സമാകുന്ന വിഘ്നങ്ങളെ മാറ്റുന്ന ശക്തിയിലേക്കാണ് വിഘ്നേശ്വരൻ നിൽക്കുന്നത്. ആ ശക്തിയെ ഞാൻ നമിക്കുന്നു. അപ്പോൾ നമുക്കതിൽ നിന്നൊരു ക്ലാരിറ്റി. അപ്പോൾ നമ്മളെപ്പോഴും വിഘ്നേശ്വരനെ സ്തുതിക്കുമ്പോൾ നമ്മളിത് ആലോചിക്കുക, പരമപുരുഷനെ ആണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു വിനായക ചതുർത്ഥി നല്ലൊരു ദിനവും ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.